ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. സിന്ധുസിന്റെ ഒരു എന്നാ പറയുന്നേ ഷോപ്പിംഗ് വീഡിയോയുടെ എല്ലാവർക്കും സ്വാഗതം. ഞാനുണ്ടല്ലോ സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളെ പരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ പോകണം ഇവിടെ പോകണം റേഷൻ മേടിക്കാൻ പോയപ്പോഴൊക്കെ കള്ളത്തരം പറഞ്ഞ് എന്താ പറഞ്ഞു ചെറുതായിട്ടൊന്ന് പറ്റിച്ചു അല്ലേ. പക്ഷെ അതൊന്നുമല്ല, ഞാനൊരു യാത്ര പോവാണ്. യാത്ര പോകുന്നത് നാളെ രാവിലെയാണ്. ചേട്ടായി വരുന്നില്ല, കാരണം ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം വരത്തുള്ളൂ. എനിക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ലാത്തൊരു യാത്രയാണ്, അതുകൊണ്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ചേട്ടായി നിർബന്ധിച്ച് എന്നെ വിടുകയാണ്, നീ പോയേ പറ്റത്തുള്ളൂ, ഇങ്ങനെ എന്നാ പറയുന്നത് പോയേ പറ്റത്തുള്ളൂ, പോകണം എന്ന് തന്നെ ചേട്ടായി തറപ്പിച്ച് പറഞ്ഞു. അതുകൊണ്ട് നാളെ രാവിലെ ഞാൻ പോവും. കുറച്ച് ദിവസത്തിന് ഞാനിവിടെ ഉണ്ടായിരിക്കുന്നതല്ല, ചേട്ടായി മാത്രമേ കാണത്തുള്ളൂ. പിന്നെ കുറച്ച് ദൂരെയാണ് പോകുന്നത്. പിന്നെ എന്താ പറയുന്നത്, കുറേ ദൂരെയാണ് കേട്ടോ, തന്നെയാണ് പോകുന്നത്. അതിൻ്റെ ഒരു ചെറിയൊരു ഇതുണ്ട്, തന്നെ പോകുന്നത് അതിൻ്റെ ഒരു ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, ദൈവമല്ലേ ഉള്ളേ, പിന്നെ നമ്മുടെ മാതാവല്ലേ കൂടെ ഉള്ളേ അല്ലേ. അപ്പം പിന്നെ എന്നെ പേടിക്കാനാ. അപ്പം എന്തായാലും പോകണം. അതിൻ്റെ മുന്നോടിയായിട്ട് എനിക്കൊരു കുഞ്ഞു പർച്ചേസ് ഉണ്ട്. കുഞ്ഞു ഇച്ചിരി സാധനങ്ങളൊക്കെ മേടിക്കണം. നമ്മളെങ്ങോട്ടെങ്കിലും പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ അത്യാവശ്യം വേണ്ടി വരുമല്ലോ. അപ്പം അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു കുട്ടി ഷോപ്പിംഗ് ആണ് ഇന്ന് കേട്ടോ. അപ്പം നാളെ രാവിലെ ഞാൻ പോകും. ഇത് നിങ്ങളെ പറ്റിക്കുന്നതൊന്നുമല്ല. അവിടെ ചെന്നിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്ന കണ്ടീഷനാണെങ്കിലും ഞാൻ അവിടുത്തെ വീഡിയോ എടുക്കാം. 4 പേരടങ്ങുന്ന ഒരു ഫാമിലിയിലോട്ടാണ് ഞാൻ പോകുന്നത്. 2 പെൺമക്കളും ഒരച്ഛനും ഒരമ്മയും അടങ്ങുന്ന ഒരു കൊച്ചു ക്യൂട്ട് ഫാമിലിയിലേക്കാണ് ഞാൻ പോകുന്നത് കേട്ടോ. അപ്പം എന്തായാലും ഷോപ്പിംഗ് എന്നാണ് എന്താന്നൊക്കെ ഉള്ളത് കാര്യങ്ങൾ പുറകെ വരുന്നതായിരിക്കും. എന്തായാലും ഞാൻ ഉപ്പേറ വരെ പോയിട്ട് വരാം. മഴയില്ല, ഇപ്പം മഴയില്ലാത്ത സമയത്താണെങ്കിൽ നമുക്ക് സ്കൂട്ടി കൊണ്ടൊന്നും കൂടി പോയിട്ട് വരാമല്ലോ. അതിന് വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നല്ലൊരു വീഡിയോ ആയിരിക്കും, നിങ്ങൾക്കൊക്കെ ഒത്തിരി സന്തോഷം തോന്നുന്ന വീഡിയോ ആയിരിക്കും. ഇനി ഇതിൻ്റെ പുറകെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടില്ലായിരുന്നോ, നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെയും അല്ലെങ്കിൽ നമ്മുടെ സ്വന്തക്കാരുടെയും ബന്ധക്കാരുടെയും ഒക്കെ കൂടെയുള്ള സന്തോഷമായിട്ടുള്ള ഹാപ്പി വീഡിയോ ഒക്കെ ആയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നോ. അപ്പം അതിനകത്ത് ഉൾപ്പെടും എന്ന് ഞാൻ പറയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അവർക്ക് സന്തോഷമാകും. പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ എനിക്ക് കാണിക്കാൻ പറ്റുമെങ്കിൽ, ഇപ്പം നമുക്ക് ആരുടെ ഒരു ഇതും പറയാൻ പറ്റത്തില്ല. ചിലർക്ക് ക്യാമറ ഫോക്കസ് ചെയ്യാൻ ഇഷ്ടം ഇല്ലാത്ത കാണും. ചിലപ്പോൾ നേരത്തെ നമ്മുടെ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെട്ടവരൊക്കെ ആയിരിക്കാം. എന്ന് പറഞ്ഞിട്ട് ഒരു പ്രായമാകുമ്പോൾ പിന്നെ ആകുമ്പോഴത്തേനും ചിലർ നിൽക്കത്തില്ല, ക്യാമറയ്ക്കകത്ത് നിൽക്കത്തില്ല, വീഡിയോയ്ക്കകത്തൊന്നും നിൽക്കത്തില്ലാത്തവർക്കുണ്ട്. അപ്പോൾ ഇവരെങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ പോയി നോക്കട്ടെ. പറ്റുന്ന എത്രയും ഞാൻ പോകുന്ന സ്ഥലത്തെയും അവിടെയുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. എന്തായാലും പറക്കാല്ലേ, എങ്ങോട്ടാണെന്ന് ഞാൻ പറയുന്നില്ല, സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ. ഇടയ്ക്കിടയ്ക്ക് ദൈവം നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കാര്യങ്ങളൊക്കെ തരുമെന്നേ. നമ്മൾക്ക് എന്തായാലും നമ്മളത് ഭംഗിയായിട്ട് നമ്മളെ കൊണ്ടാകും വിധം ആസ്വദിക്കുക. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമുക്ക് സന്തോഷമാണെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കുക. അതൊക്കെയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ എവിടോട്ടാണ് എന്താണെന്നൊക്കെ അങ്ങനെ ഇരിക്കട്ടെ. ഇപ്പം എന്തായാലും ഞാൻ ഉപ്പുതറയ്ക്കാണ് പോകുന്നതിന് മുന്നോട്ടായിട്ടുള്ള ഒരു കുട്ടി ഷോപ്പിംഗ് കേട്ടോ. അപ്പം വീഡിയോ ആരും മിസ് ചെയ്യണ്ട, കണ്ടോളൂ. ചേട്ടായി, എനിക്ക് ചേട്ടായോട് 2 കൗള് സംസാരിക്കാനുണ്ട്. ചേട്ടായി രാവിലെ കടയിൽ പോവുക കേട്ടോ. കടയിൽ പോകാൻ റെഡിയായി നിൽക്കുക. പിന്നെ ഞാനൊരു 10-15 ദിവസത്തിന് ഒരു വഴി വരെ പോവാ. പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. സന്തോഷമാണോ? സ്വസ്ഥത കിട്ടുള്ളൂ തോർത്തോ? ഉയ്യോ, എൻ്റെ ദൈവമേ മതി. എല്ലാരും വിചാരിക്കും സ്വസ്ഥത അത് പറഞ്ഞപ്പോ ഈ പുള്ളി ആളും ഇല്ലല്ലോ. അതുപോലെ ഇവര് അതെ, രാത്രി 8 പോയിട്ട് സമയമൊന്നും ഇല്ല. 8 മണി കഴിഞ്ഞാൽ എപ്പം വേണ്ടി വരും. അതെ അതെ, 15 ദിവസത്തേക്ക് ഞാൻ ആഹാരം കഴിക്കണം. അല്ലെ ഇച്ചിരി കഞ്ഞി വെച്ച് കുടിച്ചോണോ? അല്ല, ഞാൻ 15 ദിവസം എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ട് പോണോ? പറ്റിയല്ല. അപ്പൊ തട്ടുദോശയോ ചൂട് ദോശയോ എന്തെങ്കിലും മേടിച്ചൊക്കെ കഴിക്കേ. അല്ല, ചപ്പാത്തി മേടിച്ചിട്ട് വെച്ചാൽ മതി. പറ്റിയല്ല, കുഴപ്പമില്ലേ? അപ്പം ചേട്ടായിക്ക് ഭയങ്കര ഇഷ്ടമുള്ള അടുത്തോട്ടായോണ്ടല്ലേ ഇവിടുന്നേ പൂർണ്ണ മനസ്സോടെ. എന്റെ ദൈവമേ, അതെ സത്യം. അപ്പം എന്തായാലും ഞാൻ പോയിട്ടൊക്കെ വരാം. ചേട്ടായി രാവിലെ കടയിൽ പോവാം. ഞാനും പോകാനായിട്ടുള്ള ഒരുക്കവും തയ്യാറെടുപ്പും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് വിളിക്കാം. ഓക്കെ. അപ്പം ഞാനൊരു വഴി യാത്ര പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ അമ്മ മാതാവിൻ്റെ അടുത്തോട്ട് വന്നതാണ് കേട്ടോ. ഇഷ്ടമുണ്ടോ? അമ്മയുടെ അടുത്ത് വന്നിട്ടാട്ടെ ഷോപ്പിങ്ങും കാര്യങ്ങളും എന്നൊക്കെ ഞാൻ വിചാരിച്ചു. അപ്പോൾ അമ്മയുടെ അടുത്ത് വന്നു, തിരിയൊക്കെ കത്തിച്ചു, പ്രാർത്ഥിച്ചു. അമ്മയോട് എൻ്റെ ആവശ്യങ്ങളും കാര്യങ്ങളും ഞാൻ പോകുന്ന സ്ഥലവും
അവർക്ക് വേണ്ടിയിട്ടും ഒക്കെ എല്ലാവർക്കും വേണ്ടിയിട്ടും ഒക്കെ പ്രാർത്ഥിച്ചു. എനിക്ക് തോന്നി തന്നെ ചേട്ടായും കൂടെ ഇല്ലാണ്ടൊക്കെ ഞാനൊരു വഴിവഴിക്ക് പോകുമ്പോൾ എൻ്റെ അമ്മയോട് പ്രാർത്ഥിച്ച് അനുഗ്രഹമൊക്കെ മേടിച്ചിട്ട് പോകണമെന്ന് വിചാരിച്ചു കേട്ടോ. എൻ്റെ ഇത് സ്ക്രീനെ കാണുന്നുണ്ട് കേട്ടോ, ഹെൽമെറ്റൊക്കെ ഊരാണ്ട്. അപ്പം ഞാൻ സ്കൂട്ടി താഴെ ഉണ്ണീശോടെ അടുത്ത് വെച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് കയറി വന്നത്. കണ്ടോ? അപ്പോൾ അമ്മ മാതാവിൻ്റെ അവിടെ വരുമ്പോൾ ഒരു പ്രത്യേക ഐശ്വര്യവും ഒരു വൈബുമാണ്. എനിക്ക് ഭയങ്കര ഒരു സമാധാനം കിട്ടുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. എൻ്റെ ഏറ്റവും വേദനയുടെ സമയത്തൊക്കെ ഞാൻ ആരും കാണാണ്ട് ഇവിടെ വന്ന് അമ്മയോട് കരഞ്ഞു പറയുന്ന ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ എനിക്ക് അതിൽ നിന്നെല്ലാം ഒരു സങ്കടവും വിഷമങ്ങളും ഒക്കെ മാറ്റിത്തന്ന ഒരു 100% പറഞ്ഞാലും എൻ്റെ അമ്മ മാതാവാണെന്ന് ഞാൻ പറയും. അതുകൊണ്ട് എവിടെയെങ്കിലും പോകുമ്പോഴും എന്തെങ്കിലും ഒരു പുതിയ കാര്യം ചെയ്യുമ്പോഴും ഒക്കെ ഞാൻ ഊതി ആദ്യം അമ്മയുടെ അടുത്തോട്ടാണ് വരാറ് കേട്ടോ. ഈ കുട്ടനൊക്കെ ഇരിക്കുന്നുണ്ടോ? അത് എൻ്റെ ഉണ്ണീശാണ് കേട്ടോ. അവിടെ ഒരു ചേച്ചി തിരികെ എത്തിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പം ഇതിൽ പോകുന്നവരെല്ലാം തന്നെ ഇവിടെ തൊഴുത് പ്രാർത്ഥിച്ചിട്ടേ പോകാറുള്ളൂ കേട്ടോ. അത്രയും പുണ്യമായ ഒരു സ്ഥലമാണിവിടം. അപ്പോൾ എന്തായാലും എൻ്റെ മനസ്സിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരാൻ അമ്മച്ചി അവിടെ നിൽപ്പുണ്ട്. ഞാനൊരു കുട്ടി ഷോപ്പിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ട് നമ്മുടെ സ്വന്തം കടയിൽ നിന്ന്. പിന്നെ എനിക്ക് ബ്രഷും പേസ്റ്റും ഒക്കെ മതിയായിരുന്നു, അത് ഞാൻ വേറെ മേടിച്ചു. അപ്പോൾ എൻ്റെ കുഞ്ഞു ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ സ്വന്തം കടയിലോട്ട് വന്നു കേട്ടോ, നമ്മുടെ ഫാഷൻ പോയിൻറ്റിലേക്ക്. എന്നിട്ട് ഞാൻ കുറേ സംഭവങ്ങളൊക്കെ ഇവിടെ കൊണ്ട് ഇവിടെ നിരത്തിച്ചിട്ടുണ്ട്. ഇത് ഏതാ എടുക്കുന്നത് എങ്ങനെയാണെന്നൊന്നും തീരുമാനമായിട്ടില്ല. എല്ലാം നോക്കിക്കൊണ്ട് ഇരിപ്പുണ്ട് കേട്ടോ. ഏതായാലും നമുക്ക് ഇതിനകത്ത് നിന്നൊക്കെ ഏതെങ്കിലും ഒക്കെ ഒന്ന് സെലക്ട് ചെയ്യാം. രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. നല്ല ടോപ്പല്ലേ അല്ലേ? നല്ല ഭംഗിയുണ്ട് കാണാൻ. ആ കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ എനിക്കതൊന്നും വണ്ണം കിട്ടത്തില്ല. എന്നെ ഈയനെ പൊണ്ണത്തടി വെച്ചുകൊണ്ട് ഇല്ല കിട്ടുമെന്ന് എനിക്ക് തോന്നിയില്ലടി. കിട്ടിയെങ്കിൽ നോക്കാം. അതെ, ഞങ്ങളുടെ കുട്ടി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ, കാണിച്ചു തരാവേ. ഞാൻ ആദ്യം മാതാവിൻ്റെ അടുത്തോട്ടാണ് പോയത് കേട്ടോ. മാതാവിൻ്റെ അടുത്ത് പോയിട്ട് പിന്നെ ടൗണിൽ പോയി ഇച്ചിരി പേസ്റ്റും, അതൊക്കെ എൻ്റെ വണ്ടിയുടെ ഡിക്കിക്കകത്തെടുക്കുക. പേസ്റ്റും ബ്രഷും പിന്നെ സിന്ദൂരമൊക്കെ. അത് ഇച്ചിരി കുഞ്ഞു സാധനങ്ങളുള്ളൂ കേട്ടോ, എനിക്കായിട്ട് മേടിച്ചത്. അല്ലാണ്ട് വേറെ ഒന്നും എനിക്ക് മേടിക്കേണ്ട ആവശ്യമില്ല, എല്ലാം തന്നെ ഉണ്ട്. എന്നിട്ട് ഞാനേ നമ്മുടെ ഫാഷൻ പോയിന്റിൻ്റെ കടയുടെ അവിടെ ഓട്ടോ സ്റ്റാൻഡില്ലേ, അവിടെ കൊണ്ടിടാനായിട്ട് വണ്ടി കൊണ്ടുവന്ന് അതിൻ്റെ ഫ്രണ്ടിൽ പാർക്ക് ചെയ്യാനായിട്ട് നോക്കിയപ്പോഴത്തേനും ഓട്ടോക്കാരന്മാർ ഷൈജു, നമ്മുടെ ഇവിടെ തൊട്ടടുത്ത് താമസിക്കുന്ന ഷിബു, ഞാൻ വീഡിയോയ്ക്കകത്ത് കാണിച്ചിട്ടുണ്ട് ഷിബുവിൻ്റെ അനിയൻ, ഇവന്മാർ 2 മുട്ടാളന്മാരായിട്ട് നമ്മുടെ വീട്ടിൽ പണ്ട് മുതലേ എസ്റ്റേറ്റിലെ വീട്ടിൽ കയറി ഇറങ്ങി കഴിച്ച് ചേട്ടൻ്റെ കൂടെ കിടന്ന് ഉണ്ടപ്പിടുത്തവും പിടിച്ച് അങ്ങനെ ജീവിച്ച പിള്ളേരാണ് കേട്ടോ. അപ്പോൾ അവരുടെ സന്തോഷമാണ് നമ്മൾ വണ്ടി കാണുമ്പോഴത്തേക്ക്. അവൻ്റെ ഭാര്യ ഷൈജുൻ്റെ ഭാര്യ സ്കൂട്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന സിന്ധു ഈ ബഹളം എന്നോ പറഞ്ഞ് ബഹളം വെക്കുന്നു. അപ്പം നമ്മുടെ കൺട്രോൾ പോകും. നമ്മൾ കയറി ഓടിക്കുമ്പോഴേക്കും നമ്മൾ അതിലോട്ട് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇത് പോകത്തില്ല, നമ്മൾ വണ്ടി ഓടിക്കണ്ടേ. എന്നിട്ട് എന്നാടാന്ന് ചോദിച്ചിട്ട് ഞാൻ പെട്ടെന്ന് പിന്നെ വണ്ടി ഫ്രണ്ടിലോട്ട് കുറേ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തിയത് കേട്ടോ. കാരണം നമ്മളെ ഡ്രൈവിങ് പഠിപ്പിക്കുമ്പോഴേ നമ്മളെ ആശാൻ നമ്മളോട് പറഞ്ഞു തരും. വണ്ടി നമ്മൾ ഓടിച്ചുകൊണ്ട് പോകുമ്പോഴൊക്കെ അപ്പുറത്തും ഇപ്പുറത്തു നിന്ന് കമൻ്റ് അടിക്കുമോ, ഇതല്ലെങ്കിൽ നമ്മളെ അറിയാവുന്ന ഒരു കൈ പൊക്കി കാണിക്കുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും പറയുകയൊക്കെ ചെയ്യും. നമ്മളതൊന്നും മൈൻഡ് ചെയ്ത് നമ്മുടെ ലക്ഷ്യം റോഡ് മാത്രമായിരിക്കണം, നമ്മുടെ സൈഡും ആയിരിക്കണമെന്ന്. എന്നിട്ട് ഞാൻ തിരിച്ചു പോയിട്ട് ഇച്ചിരി അപ്പുറത്തോട്ട് വണ്ടി കൊണ്ടുപോയി ഓട്ടോ സ്റ്റാൻഡിലൊക്കെ കുറേ വലിയ തിരക്കില്ലാത്തടത്ത് കൊണ്ടുപോയി വെച്ചിട്ട് ഞാൻ തിരിച്ച് നടത്തി വന്നപ്പോൾ കണ്ടില്ല. അല്ലെങ്കിൽ അവൻ്റെ മുട്ടുകാൽ അടിച്ചു കൊടുക്കണമെന്ന് ഓർത്തോടെ ഞാൻ പോയത് ഷൈജുവിൻ്റെ. പിള്ളകളി എന്നാ പറയണ അങ്ങനെ. എന്നിട്ട് ഞാൻ കടയിൽ ചെന്നപ്പോഴത്തേനും അവള് പറയാം, ജോനും കേട്ട് ചിന്തിച്ചു എന്നോ ഒച്ചയും പിള്ളമായിരുന്നു. അവന്മാരെല്ലാവരും കൂടെ കിടന്നോണ്ട് അറിയാവുന്ന പിള്ളേരെ, പ്രത്യേകിച്ച് ഈ ചേട്ടായിനെ ഭയങ്കര ഇഷ്ടമാണ് ദേവന്മാർക്കല്ല. അതിന് നമ്മൾ ഓടിച്ചിട്ട് പോകുന്ന സന്തോഷമുണ്ട്. പക്ഷെ നമ്മുടെ നിയന്ത്രണം വിട്ടുപോയാൽ നമ്മൾ കൊണ്ട് വീഴിയല്ലേ. അവർക്ക് പിള്ളേരെ, അവരൊക്കെ വലിയ എക്സ്പേർട്ട് ആയിട്ട് വണ്ടി ഓടിക്കുന്നവരാണ്. നമ്മളങ്ങനൊന്നും ആയില്ലല്ലോ, ശിശുവല്ലേ. അപ്പം നമ്മുടെ ബേക്കറിയിൽ നിന്ന്, നമ്മുടെ ബോർമേന്ന്, ബേക്കറിയല്ല നമ്മുടെ ബോർമേന്ന് ഒരു ഇച്ചിരി ബേക്കറി മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു പാക്കറ്റ് കപ്പ് കേക്ക്. അതുപോലെ തന്നെ ഇത് സീഗ്നയാണ് കേട്ടോ. സീഗ്നയുടെ കൂട്ടാനോട് നോക്കിയിട്ട് കൂട്ടാൻ നല്ല അടിപൊളി അടി, സൂപ്പർ അടി എന്നൊക്കെ. അപ്പോൾ അത് മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇത് ടീറസ്റ്റ്, ഇതൊക്കെ നല്ല കുറച്ച് ഇരുന്നാലും ചീത്തയാകത്തില്ല. ഞാനിപ്പോൾ ചെല്ലുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ചീത്തയായി പോയാലോ, ലേറ്റായി എന്നാ പറയുന്നത്. അപ്പോൾ ഇച്ചിരി ദൂരോട്ട് കൊണ്ടുപോകുമ്പോഴത്തേനും ചീത്തയാകത്തില്ലാത്തത് കൊണ്ടുപോയേക്കാമെന്ന് വിചാരിച്ചു. ഇനി ഇത് ഇന്ന് ഞാൻ കണ്ട കേട്ടോ, നമ്മുടെ ഓർമ്മയിൽ മസാല ബിസ്ക്കറ്റ് എന്നായിരുന്നു പറഞ്ഞത്. ഇതിന് എരിവൊക്കെ ഉണ്ട് കേട്ടോ, സിന്ധു ചേച്ചിന്ന് പറഞ്ഞു. എന്തായാലും അതും കൂടെ ഒരു പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം അവനവിടെ ഇരിക്കട്ടെ. പിന്നെ ഞാൻ ആ കുട്ടി ഫാമിലിക്ക് ഓരോ ഡ്രസ്സാണ് എടുത്തേക്കുന്നത് കേട്ടോ. ചിലപ്പോൾ വഴക്ക് പറയും, എനിക്കറിയത്തില്ല എന്തിനാ സിന്ധുമ ഇപ്പോൾ ഈ എൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശം അറിയാവുന്നവരാ. അപ്പോൾ എന്തിനാ സിന്ധുമ ഇത് ചെയ്തതെന്നൊക്കെ ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്.
എന്നാലും നമുക്ക് ഒരു സന്തോഷമുണ്ടല്ലോ. നമ്മൾ 2 കൈ നീട്ടി ഓരോരുത്തർ തരുന്ന ഗിഫ്റ്റും സമ്മാനങ്ങളും ഒക്കെ മേടിക്കും, നമുക്ക് ഉള്ളിനകത്തൊരു സന്തോഷമുണ്ട്. ശരിയല്ലേ? ഭയങ്കര സന്തോഷമാണത്, പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സന്തോഷമാണ്. അപ്പോൾ നമ്മൾ മേടിക്കാൻ മാത്രം പിടിച്ചാൽ പോരല്ലോ, കുഞ്ഞു കുഞ്ഞു ഓരോരുത്തർ തരുന്ന വെച്ച് നോക്കിയാൽ ഇതൊക്കെ ഒരു കുഞ്ഞു സമ്മാനമാണ് കേട്ടോ. നമ്മുടെ സാഹചര്യത്തിൻ്റെ അനുസരിച്ച് ഒരു കുട്ടി ഗിഫ്റ്റ്. അപ്പോൾ എന്തായാലും ഫസ്റ്റ് തന്നെ ഞാൻ എൻ്റെ ആങ്ങളയ്ക്കുള്ള ഒരു സംഭവം കാണിക്കാം. ഷർട്ടാണ് കേട്ടോ. അവൾക്ക് 38 സൈസ് മതി. ഇത് കണ്ടോ. അപ്പോൾ ഇതൊരു നല്ല ലൈറ്റ് കളറൊക്കെ ആയിട്ട് എനിക്ക് തോന്നി, കണ്ടപ്പോൾ ഒരു ഇഷ്ടം തോന്നി. പിന്നെ ഇത് തുണി നല്ല തുണി കേട്ടോ. അപ്പോൾ ഞാനൊരു ഷർട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഏകദേശം എല്ലാവർക്കും അങ്ങനത്തെ തന്നെ അങ്ങ് എടുത്തു ആ കളറ്. കാരണം അവർ എന്താ പറയുന്നത്, ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്നവരാണ്, പെന്തക്കോസ്ത് ആ ഒരു സഭയിൽ പോകുന്നവരാണ്. ഒത്തിരി വലിയ കോടും കളറൊന്നും ഉപയോഗിച്ച് ഞാൻ കണ്ടിട്ടില്ല, ഇടുവായിരിക്കും, കണ്ടിട്ടില്ല എല്ലാം. അതുകൊണ്ട് ഞാൻ കുറച്ച് ലൈറ്റ് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ 2 കുട്ടിമറിയാമ്മകളാണ് ഉള്ളത് കേട്ടോ. ഒന്നും പറയണ്ട, ചട്ടമ്പി റൗഡികളാണ് കേട്ടോ. അപ്പോൾ അവളുമാർക്കുണ്ട്. ഇപ്പം ഞാൻ ഒരേ സൈസ് ഓരോ ഉടുപ്പ് മാതിരിയുള്ളതങ്ങ് എടുത്തു. അപ്പോൾ ഇത് പുറകോട്ട് കെട്ടി വെച്ചാൽ വണ്ണത്തിനനുസരിച്ചും ആവും, ഓക്കെ ആവുമല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഞാൻ ചെയ്യട്ടെ. കണ്ടോ, ഇത് ലൈറ്റ് തന്നെയാണ് കേട്ടോ, പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഈ തുണി നല്ലൊരു സൂപ്പർ തുണി, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ടും. ചർച്ചിലൊക്കെ ആണെങ്കിലും ഇടാം. നല്ലൊരു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അവർക്ക് ഇഷ്ടമാകുമെന്ന് പ്രതീക്ഷിച്ച് ഞാൻ വാങ്ങിച്ചേക്കുന്നു. പിന്നെ അവരുടെ അമ്മയ്ക്ക് വാങ്ങിച്ചിരിക്കുന്നത് ഇതാണ് കേട്ടോ. അപ്പോൾ ഇതിനാകുമ്പോൾ മെറൂണോ ക്രീമോ ഒക്കെ 3-4 ഇത് കൂട്ട് കാണുമല്ലോ, ആങ്കിളിലെന്തോ പാൻറ്റോ ഒക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പാൻറ്റൊന്നും ആർക്കും എടുത്തിട്ടില്ല, ചുമ്മാ ഓരോ കുട്ടി ടോപ്പും ഒക്കെ കൊടുത്ത് സോപ്പിടാന്ന് വിചാരിച്ചു. അപ്പം ഇതാണ് എടുത്തത്. ഇതെനിക്ക് ഭയങ്കരമായിട്ട് കണ്ടപ്പോൾ ഇഷ്ടമായി, നല്ല ഇഷ്ടം തോന്നി. ഇതിൻ്റെ വേറെ 2 കളറുകളുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിൽ കൊടുത്തു അമ്മൂന് ഇങ്ങനത്തെ മേടിച്ചു പോകുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇത് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ തുണി നല്ല സൂപ്പർ തുണി കേട്ടോ. ഇതൊക്കെ ആകുമ്പോൾ തേച്ചില്ലെങ്കിലും പ്രശ്നമില്ല. അപ്പോൾ പെട്ടെന്ന് എടുത്തിട്ടുണ്ട്, നമുക്ക് കഴിയിട്ടിട്ട് അതേ ഇവിടെ കൊണ്ടുപോകാം. പിന്നെ ഞാനൊരു 2 ടോപ്പും കൂടെ എക്സ്ട്രാ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. എനിക്കൊരു സംശയമുണ്ട്, ആ കുഞ്ഞിതിൻ്റേത് അത് വലുതായിരിക്കും എന്നൊക്കെ. അങ്ങനെയാണെങ്കിൽ ഞാൻ വിചാരിച്ചു അവൾക്ക് ജീൻസിനൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ടോപ്പ് ആകട്ടെ എന്ന് വിചാരിച്ചു ഒരു ടോപ്പ് എടുത്തു. അത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ഞാൻ തിരിച്ചു കൊണ്ടുവരാമെന്നൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ട് നമ്മുടെ സ്വന്തം കട ആയതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ. അപ്പം ഈ പറഞ്ഞ കണക്ക് ആ മക്കളുടെ അമ്മയ്ക്ക് അത് ഈ ടോപ്പ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അപ്പോൾ അവർക്ക് ഈ ടോപ്പ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാനൊരു എക്സ്ട്രാ 2 ടോപ്പ് കൂടി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൊണ്ടുപോയി ചെന്ന് കഴിയുമ്പം അവർക്ക് ഇഷ്ടപ്പെടുന്ന അവരെടുക്കട്ടെ, നമ്മുടെ കറിയതില്ലോ. എന്നിട്ട് ഇഷ്ടപ്പെടുന്ന എടുത്തിട്ട് ബാക്കി ഞാൻ തിരിച്ച് കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. ഈ 2 തിരിച്ചു കൊണ്ടുവരാമെന്ന് വിചാരിച്ചു അങ്ങനെ. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ പോകാനുള്ളതിനുള്ള ഒരു കുട്ടി ഷോപ്പിംഗ് കേട്ടോ. നിങ്ങളെ കാണിക്കുന്ന എനിക്കൊരു സന്തോഷമാണ്. അതുകൊണ്ട് തന്നെ അവർക്കും ഭയങ്കര സന്തോഷമാകും എന്ന് ഞാൻ കരുതുന്നു. എന്തായാലും നമുക്ക് കൊണ്ടുപോയി കൊടുക്കാമല്ലോ, എന്നിട്ട് അവരുടെ സന്തോഷമൊക്കെ നമുക്ക് കാണാമല്ലോ അല്ലേ, അതൊരു മനസ്സിനൊരു സുഖം കിട്ടുന്നല്ലേ. പിന്നെ എന്താ പറയുന്നത്, ചക്ക വറുത്തത് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അവർക്ക് വേണ്ടിയിട്ടായിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസം ചക്ക വറുത്തതൊക്കെ പോകാനായിട്ടുള്ള പ്ലാനിങ്ങിലൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ചക്ക വറുത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ചീത്തയാത്തില്ലാത്ത പലഹാരം മാത്രമേ മേടിച്ചുള്ളൂ. പിന്നെ ഞാൻ ഇറങ്ങിയിട്ട് എനിക്ക് വലിയ പരിചയമൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെയൊക്കെ ഇറങ്ങിയിട്ട് മേടിക്കണ്ടല്ലോ തപ്പണ്ടല്ലോ എന്നൊക്കെ കരുതിയാണ് ഞാൻ ഇതൊക്കെ മേടിച്ചത് കേട്ടോ. പിന്നെ കുമ്പളപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് ഒന്ന് തണുക്കണം. തണുത്ത് കഴിഞ്ഞിട്ട് അതും കൂടെ കവറിനകത്താക്കി പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അതവിടെ ഇരിക്കട്ടെ. അപ്പം ബാക്കിയെല്ലാം ഞാനൊന്ന് സെറ്റാക്കി ഒരു പരുവത്തി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിയെല്ലാം കൂടെ എനിക്ക് കൊണ്ടുപോകേണ്ട സാധനങ്ങളും ഇതെല്ലാം കൂടെ എടുത്ത് ബാഗും കൂടെ സെറ്റാക്കിയ പരിപാടിയൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ കേട്ടോ. സമയം 4 മണിയായേ. ഒരു 1:30-2 മണിയായപ്പോൾ തുടങ്ങിയ മഴയാണ് കേട്ടോ. ഇങ്ങനെ പെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക. ഭയങ്കര കാറ്റുമാണ് കേട്ടോ, ഭയങ്കര കാറ്റ്. ഇപ്പോൾ ഈ തെങ്ങോലയെല്ലാം കൂടെ പ്ലാവിൻ്റെ 2 അടിക്ക് ഭയങ്കര സൗണ്ടില്ല. ആ 2 ഓല പ്ലാവിലോട്ട് മുട്ടിയല്ലേ നിൽക്കുന്നത്. ഞാൻ പേടിച്ചു പോയി, എന്നിട്ട് ഒടിഞ്ഞു വീഴുന്ന മാതിരി. ഞാനതിനോർത്ത് ഒന്നും ഒടിഞ്ഞു വീഴാനില്ലല്ലോ ദൈവമേന്ന്. ഭയങ്കര സൂപ്പറായിട്ട് മഴ. ഇപ്പം 3-4 ദിവസം ഒരുമാതിരി തോർച്ച ഉണ്ടായിരുന്നു, ഇച്ചിരി ചാറിയൊക്കെ നിന്നാലും തോർച്ച ഉണ്ടായിരുന്നു. ഞാനാണെങ്കിലും ഇന്ന് സത്യം പറഞ്ഞാൽ ഷോപ്പിങ്ങിനൊക്കെ പുറത്തൊക്കെ ഒന്ന് പോയി നമ്മുടെ ഡിയോ കുട്ടനെ കൊണ്ടൊക്കെയാണ് പോയിട്ട് വന്നു. അയ്യോ, ഡിയോ കുട്ടൻ ഭയങ്കരമായിട്ട് നനയുന്നുണ്ടല്ലോ ഇവിടെ വെച്ചിട്ട്. അപ്പോൾ അപ്പുറത്ത് തന്നെ ആക്കി വെക്കാൻ ചേട്ടായിട്ട് പറയണമല്ലോ. ഇവിടെ ഒത്തിരി നനയും തോന്നുന്നു. അവിടെയാണെങ്കിൽ അത്രയും നനയുകയല്ലെന്ന് എനിക്ക് തോന്നുന്നത്. നോക്കട്ടെ, ഇവിടെയാണെങ്കിൽ അത്രയും നനയല്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ ആക്കി വെക്കാൻ പറയണം, അല്ലെങ്കിൽ ഒരു പടുത എങ്ങാനും എടുത്തിട്ട് മൂടാൻ പറയണം അല്ലേ. ഇതുകൊണ്ടോ കാറ്റടിക്കുന്നതുകൊണ്ടോ ഇങ്ങനെ നനയുന്നത് കേട്ടോ. കാറ്റടിച്ചിട്ട് നനയല്ലായിരിക്കും. ഷോ
ഇത് ഓൺലൈനിൽ നിന്ന് മേടിച്ചാൽ ഇത് നനയും, ഇതിൻ്റെ സീറ്റൊക്കെ നനയും. ഇതിട്ടാലും കവർ ഇട്ടാലും ഭയങ്കര കാറ്റും മഴയൊക്കെയാണ്. അപ്പം ആദ്യത്തെ ഒരു ചെറിയ മഴക്കാലമൊക്കെ ഒന്ന് ഒതുങ്ങിയതായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി ആയിരിക്കും പെരുമഴക്കാലം അല്ലേ. എന്തായാലും പെയ്യട്ടെ. പാക്കിയിട്ട് ചേട്ടായി ഒരിടം വരെ ഒന്നും വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ ഓരോ സാധനം അടുപ്പിച്ച് ചെയ്യുക. കാരണം എന്നാണെന്നറിയോ, അപ്പം പുറത്ത് മഴ തകൃതിയായിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. തകൃതിയായിട്ടെന്ന് വെച്ചാൽ നല്ല ഭയങ്കര പെരുമഴയാണ്. 1:30 ആയപ്പോൾ തുടങ്ങിയതാണ്. ഇപ്പം സമയം 5:05 ഇതുവരെ തുറന്നിട്ടില്ല. ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല ശക്തി കാറ്റും ഉണ്ട് കേട്ടോ. ദൈവമേ, നാളെ ഞാൻ ഒരു വഴിക്ക് പോകാനായിട്ട് ഒരുങ്ങി ഇരിക്കുമ്പം രാവിലെ മഴയും കാറ്റും ഒന്നും കാണരുതേ. പോകുന്ന വഴിക്കൊന്നും ഒരു ഇതും തടസ്സങ്ങളും പ്രശ്നങ്ങളും ഒന്നും ഉണ്ടാവരുതേ. കാരണം നമുക്കറിയത്തില്ലല്ലോ. ഞാനും പ്രത്യേകിച്ച് ഞാൻ തന്നെ കൂടെ പോകുന്നതുകൊണ്ട് എനിക്കൊരു കുഞ്ഞു ടെൻഷനും കാര്യങ്ങളുമൊക്കെ. അപ്പോൾ ടെൻഷനും കാര്യങ്ങളും ഒന്നും വേണ്ട അല്ലേ. എല്ലാത്തിനെയും നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കണം അല്ലേ. എന്ത് വന്നാലും നേരിടാനുള്ള ഒരു കരുത്ത് വേണം അല്ലേ. അപ്പോൾ ചേട്ടായി വരുന്നതിന് മുമ്പ് ഞാൻ എല്ലാം പാക്ക് ചെയ്തും പെറുക്കിയൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു. ഇനി അതിൻ്റെയൊക്കെ എടുത്തുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ എന്നെ ഒരു ഒരെണ്ണം എടുത്ത് കഴിയുമ്പോഴായിരിക്കും അടുത്തതിൻ്റെ കാര്യം ഓർക്കണം. അപ്പം ഞാൻ തപ്പാനും പെറുക്കാനും ഒക്കെ എടുക്കാനും ഒക്കെ പോകുമ്പോഴത്തേക്കും അത് വീഡിയോ ഒരു സുഖമാകത്തില്ലെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് അത് തന്നെയല്ല, കറണ്ടെങ്ങാനും പോയിട്ടുണ്ട്. ഇപ്പോൾ 2 പ്രാവശ്യം കറണ്ടും കൂടെ പോയത്. കറണ്ടും കൂടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ കാര്യം അവതാളത്തിലാകും. ഇനി ഇതെടുത്തിട്ട് എഡിറ്റ് ചെയ്തും വെക്കേണ്ടതാണ്, എനിക്ക് അപ്ലോഡും കൊടുക്കേണ്ടതല്ലേ. അപ്പം ഞാൻ വിചാരിച്ചു അതങ്ങോട്ട് ഇതിൻ്റെ ബാക്കിയും കൂടെ എടുത്തേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ഉണ്ടല്ലോ എൻ്റെ ഫോണിലൊരു മെസ്സേജ് വന്നതാണേ. ഇത് വാട്സപ്പിലേ എൻ്റെ ഫോണിപ്പം നമ്മുടെ പഴയ ഫോൺ ഇപ്പം കോള് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എടുക്കുമ്പോൾ കട്ടായി പോവുക. സ്വിച്ച് ഓഫ് എന്ന് പറയാൻ വീണ്ടും അത് കേടായെന്ന് തോന്നുന്നു. വാട്സപ്പ് എടുത്തിട്ടും കിട്ടുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ നല്ല ഫോണിലാണ് മെസ്സേജ് വന്നത്. അത് നമ്മുടെ ഈ ഗ്രാമത്തിൻ്റെ ഒരു ഗ്രൂപ്പുണ്ട്. അപ്പം നമ്മുടെ ഈ പ്രദേശത്തെ കാര്യങ്ങളൊക്കെ അറിയുന്നതാണ് കേട്ടോ. അപ്പം അതിനകത്ത് ഇന്ന് രാവിലെ ഒരു മെസ്സേജ് വന്നേക്കുന്നതാണ്. എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര ഒരു കോമഡിയും തോന്നി. എന്നാൽ അതിനകത്ത് ഇച്ചിരിയൊക്കെ കാര്യമില്ലേ എന്നും തോന്നി. അപ്പം ഞാൻ എൻ്റെ യൂട്യൂബിൻ്റെ വാട്സപ്പിലോട്ട് അയക്കാമെന്ന് വിചാരിച്ചു. നോക്കിയപ്പോൾ വാട്സപ്പും മറക്കാവുന്നില്ല, ഒന്നും മറക്കാവുന്നില്ല. അതാ ഞാൻ പറഞ്ഞ് വിളിച്ചാൽ കിട്ടത്തില്ല, അവന് എന്നെ ചെയ്യാനാണ്. ഇനിയിപ്പോൾ എന്തായാലും നമുക്കൊരു ഫോൺ മേടിച്ച് തന്നെ ആയാലേ പറ്റത്തുള്ളൂ. ഇത് നന്നാക്കി മടുത്തു. ഇനിയിപ്പോൾ എന്നെ ചെയ്യുന്നതെന്ന് അറിയത്തില്ല. അത് പോട്ടെ, അതിൻ്റെ കാര്യം വിടും. പക്ഷെ അന്നേരം എനിക്ക് ഒത്തിരി പേരെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. എല്ലാവരും അതിലോട്ട് വിളിക്കുകയും വർക്കൊക്കെ ചെയ്യുന്നത്. ഇത് നമ്മുടെ വീഡിയോ എടുക്കുന്ന ഈ ഫോണ് നമ്പർ കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് കേട്ടോ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് മൊത്തം ഹാങ്ങായി പോവും. അപ്പോൾ നോക്കാം, നമുക്ക് ഒരു കുഞ്ഞു ഫോൺ എന്തെങ്കിലുമൊക്കെ മേടിച്ച് വഴി ഇതിപ്പോൾ പറയാനുണ്ട് കുറേ നാളായി അല്ലേ. അപ്പം എന്നതായിരുന്നു മെസ്സേജ് എന്ന് ഞാനൊന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ആ വാട്സപ്പിലേക്കാൻ നോക്കിയപ്പോൾ വാട്സപ്പ് വർക്കാകുന്നില്ലോ. ഇഡ്ഡലി പോലെ വെളുക്കെ അങ്ങ് ചിരിക്കണം. ഇഡ്ഡലി നല്ല വെള്ളയല്ലേ. അപ്പോൾ വെളുക്കെ അങ്ങ് ചിരിക്കണം ഇഡ്ഡലി പോലെ. എത്ര മറിച്ചിട്ടാലും ദോശ പോലെ ക്ഷമ വേണം. നമ്മളെ അങ്ങോട്ട് മറിച്ചിട്ടാലും ഇങ്ങോട്ട് മറിച്ചിട്ടാലും ഒക്കെ ദോശ പോലെ ക്ഷമ വേണം കേട്ടോ. പിന്നെ 2 വശത്തു നിന്നും അടി കിട്ടിയാലും പൊറോട്ട കണ്ടിട്ടില്ലേ ഉണ്ടാക്കി എല്ലാം ചുട്ട അടുപ്പേ നിങ്ങൾ എടുത്തിട്ട് മെഷീനോട്ടിട്ട് 2 അടി അടിക്കും അല്ലേ. അപ്പുറത്തുനിന്ന് ഇപ്പുറത്തും എല്ലാം കൂടെ 2 അപ്പം 2 വശത്തു നിന്ന് അടി കിട്ടിയാലും പൊറോട്ട പോലെ സഹിക്കാൻ പറ്റണം. പിന്നെ എന്താ 4മത്തേതാണ്, ഇപ്പം 3 നമ്പറില്ലേ. 4മത്തേത് പിന്നിൽ നിന്ന് കുത്തിയിട്ടാലും ഉണ്ടല്ലോ പുട്ട് പോലെ മുന്നോട്ട് പോകണം. പിന്നിൽ നിന്ന് നമ്മൾ കുത്തിയാലും പുട്ട് പോലെ മുന്നോട്ട് പോകണം. ഇത് എഴുതിയ ആളും അയച്ചു തന്ന ആളും ഒക്കെ എന്നാ പറയുന്നത്, എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി കേട്ടോ. പിന്നെ മസാല ദോശ പോലെ ഹൃദയം നിറഞ്ഞതായിരിക്കണം കേട്ടോ. മസാല ദോശ മൊത്തം നിറഞ്ഞല്ലേ നമുക്ക് കിട്ടുന്നത്. അപ്പം മസാല ദോശ പോലെ ഹൃദയം നല്ല നിറഞ്ഞ ഹൃദയമായിരിക്കണം കേട്ടോ. പിന്നെ അടുത്തത് 6 പൂരി പോലെ ഉള്ളിലൊന്നും വെച്ചോണ്ടിരിക്കുന്നത് കേട്ടോ. എല്ലാം പുറത്തോട്ട് കിടക്കണം. ഒരു പൂരി പോണൊക്കെ ഉള്ളിൽ വെച്ചോണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ കഴിക്കുന്ന 6 പലഹാരങ്ങളുടെ പേര് ചേർത്താണല്ലേ ഈ ഒരു ഡയലോഗ്. അപ്പം നല്ല ഇതില്ലേ, ഒരു കണക്കിന് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മളെ ആർക്കും എന്തും പറയാമെന്നുള്ള ഒരു ഇതൊക്കെയാണ് കാഴ്ചപ്പാടൊക്കെ ചിലർക്ക്. കഴിഞ്ഞ ഏതോ ഒരു വീഡിയോക്കകത്ത് എന്തോ എനിക്ക് അത്രയും വിഷമം തോന്നിയില്ല. കാരണം നമ്മൾ അറിയാത്തവരൊക്കെ ചുമ്മാ ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്നതൊക്കെ കേൾക്കുമ്പോഴത്തേക്കൊക്കെ നമുക്ക് വിഷമം വരുമ്പോഴേ. അല്ലാണ്ട് വീഡിയോ കണ്ടിട്ട് എന്നെ സ്നേഹിക്കുന്ന ആരും അല്ലെങ്കിൽ നമ്മളോട് ശകലമെങ്കിലും ഇതുള്ളവരൊന്നും നല്ല കാര്യങ്ങൾ പറഞ്ഞു തരിക, അല്ലെങ്കിൽ നെഗറ്റീവ് അല്ലാണ്ട് അത് അങ്ങനെയല്ലായിരുന്നു ഇങ്ങനെയാണെന്ന് പറഞ്ഞു തരികയൊക്കെ ചെയ്യുന്നത് സാധാരണ. അല്ലാണ്ട് നമ്മളെ ഇറ്റേറ്റ് ചെയ്യിപ്പിക്കുന്ന നമുക്ക് ഏകദേശം കാണുമ്പോൾ അറിയാലോ. പക്ഷെ അങ്ങനത്തെ കണ്ടാലും നമ്മൾ പ്രതികരിക്കാനത് പാടില്ല. അപ്പോൾ ഇത് വായിച്ചപ്പോൾ ഞാനോർത്തേ ശരിയാണല്ലോ, നമ്മളെല്ലാം സഹിച്ച് ഇങ്ങനെ മുമ്പോട്ട് പോകണം എന്നുള്ളത്. എന്തെങ്കിലും ആവട്ടെ, എനിക്കത് കേട്ടപ്പോൾ നിങ്ങളോട് കൂടെ അത് പറയണത് നല്ല രസമില്ലേ, നല്ലൊരു ഗുമ്മില്ലേ. അപ്പം അങ്ങനെ
അപ്പോൾ രാവിലെയൊക്കെ ഇങ്ങനെ നല്ല എഴുതാൻ അറിയാവുന്നവരും പിന്നെ എന്താ പറയുന്നത് നല്ല നല്ല കാര്യങ്ങൾ ഇങ്ങനെ ഓരോ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ വാട്സപ്പിൽ വരാറുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് നിങ്ങളോട് കൂടെ ഒന്ന് ഷെയർ ചെയ്തെന്നുള്ളൂ. എനിക്കൊത്തിരി സന്തോഷം തോന്നിയതുകൊണ്ട്. അപ്പം എന്നാ പറയുന്നത്, അപ്പം ഇന്നത്തെ വിശേഷം നമുക്ക് നിർത്തിയാലോ? ഞാൻ 5 മണിയൊക്കെ കഴിഞ്ഞില്ലേ, പക്ഷെ മഴ കാരണം ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യം എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ, ഇതുവരെ പറ്റിയിട്ടില്ല. അപ്പം നാളെ രാവിലെ ഒരു 8 മണിക്ക് ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങാമെന്ന് കരുതിയാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ ഉഷേച്ചി വിളിക്കുന്നു, കട്ടാക്കി വിട്ട തൽക്കാലത്തേക്ക് പിന്നെ നമ്മുടെ മുണ്ടക്കത്തെ ഉഷേച്ചി കേട്ടോ. അപ്പം നാളെ രാവിലെ ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ ഇവിടുന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചിരുന്നേ ഇരിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പായിട്ട് ഇന്ന് വൈകിട്ട് ചെയ്യേണ്ട ഒരു കാര്യങ്ങളുണ്ട്, അത് പുറത്താണ് ചെയ്യേണ്ടത്. പക്ഷേ മഴ കാരണം ഒരു രക്ഷയില്ല, എന്നാ ചെയ്യേണ്ടതെന്ന് അതിൻ്റെ മാത്രം ഒരു വിഷമമുണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളും ഓക്കെ ആയി സെറ്റായി, ഒരു കുഴപ്പമില്ല, പോകാനുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ. ഇനി ഒന്ന് പാക്ക് ചെയ്ത് സെറ്റാക്കിയാൽ മതി. കറണ്ടൊക്കെ പോകുന്നതിന് മുമ്പേ ഞാൻ അതും കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് ചേട്ടായി വരുന്നതിന് മുമ്പേ ചെയ്യട്ടെ. പിന്നെ വൈകിട്ട് തന്നെ ഉള്ള ഇച്ചിരി കറിയൊക്കെ വയ്ക്കാനുണ്ട്. കുറച്ച് ദിവസം അപ്പോൾ ചേട്ടായി മാത്രമേ ഇവിടെ കാണത്തുള്ളൂ. എന്തായാലും ചേട്ടായിക്ക് ഒരു കുഴപ്പമില്ലാതെ നല്ല ഹാപ്പി ആയിട്ട് ഇരുന്നോളാന്ന് പറഞ്ഞു. നീ വിഷമിക്കണ്ട. ഞാൻ എന്നിട്ട് പറഞ്ഞു, എന്നാൽ എഗ് ബിരിയാണിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കറികളോ എന്തെങ്കിലും വെച്ചിട്ട് ചോറും വെച്ചിട്ട് പോകാം. കുക്കറിൽ അല്ല ഫ്രിഡ്ജിൽ നിന്ന് ഇച്ചിരി എടുത്ത് ചൂടാക്കിയാൽ മതി. വേണ്ട ഒന്നും വെക്കണ്ട, ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി കഴിച്ചോളാം. എത്ര ദിവസം അങ്ങനെ കഴിക്കാൻ പറ്റും? ഫ്രിഡ്ജിൽ ഉണ്ടാക്കി വെച്ചിട്ട് വേണ്ട, ഞാൻ ഉണ്ടാക്കി കഴിച്ചോളാം. അല്ലെ ഞാൻ തട്ടുദോശയോ അല്ലെ ചപ്പാത്തിയോ എന്തെങ്കിലും മേടിച്ചിട്ട് വന്നിട്ട് കഴിച്ചോളാം. വൈകിട്ടത്തെ കാര്യമല്ലേ ഉള്ളൂ, നീ സങ്കടപ്പെടേണ്ട, പൊക്കോ എന്ന് പൂർണ്ണ മനസ്സാലെ പറഞ്ഞു വിടുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ പോയിട്ടൊക്കെ വരാം. പോകുന്ന എവിടെയാണെന്നൊക്കെ ഉള്ളത് കാണിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ വഴിയെ കാണിക്കാം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഓടിപ്പോയി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ഇടുക, കൂട്ടത്തിലും അവനോട് ഇന്ന് ഇടിച്ചു പിടിച്ചാൽ കേട്ടോ. അപ്പോൾ പുതിയ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വരാം എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ. അപ്പോൾ എന്തായാലും ടാറ്റാ.